വാർത്തകളിൽ ഇടം പിടിച്ച വിഷയമാണ് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം സിനിമയാകുമോ ഇല്ലയോ എന്നത്. ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യാനിരുന്നത്. തുടക്കം തൊട്ട് തന്നെ മോഹൻലാലാണ് ഭീമനായി എത്തുക എന്ന് വാർത്തകളുണ്ടായിരുന്നു. ആരാധകരെ ഞെട്ടിച്ച് താൻ ഭീമനാകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും മോഹൻലാൽ വെളിപ്പെടുത്തി. പക്ഷേ സോഷ്യൽ മീഡിയ അടങ്ങിയിരുന്നില്ല. മോഹൻലാൽ ഭീമനാകുന്നു എന്ന് പറഞ്ഞ വീഡിയോയും ഇൻ്റർവ്യൂവുമെല്ലാം കുത്തിപ്പൊക്കി. ലാൽ തന്നെ പണ്ടൊരു ചാനൽ പരിപാടിക്കിടെ ചിത്രത്തെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും വാചാലനായ വീഡിയോ ചേർത്ത് ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. പറഞ്ഞത് മാറ്റിപ്പറയാൻ ലാലേട്ടൻ ശ്രീകുമാർ മേനോന് പഠിക്കുവാണോ എന്ന് ചോദിച്ചാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമൂഴം സിനിമയ്ക്കുള്ള തിരക്കഥ ശ്രീകുമാർ മേനോന് നൽകി 4 വർഷമായിട്ടും ചിത്രീകരണം ആരംഭിക്കാത്ത ഘട്ടത്തിലായിരുന്നു എം.ഡി. കോടതിയെ സമീപിച്ചത്. 3 വർഷത്തിനുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുമെന്നായിരുന്നു കരാർ. കേസ് നൽകിയ ശേഷം 3 തവണ സംവിധായകൻ വന്നു കണ്ടുവെങ്കിലും കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് എം.ഡി. പറഞ്ഞു. ഇനി അനുരഞ്ജന ശ്രമങ്ങളൊന്നുമില്ല, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കീലാണ് തീരുമാനിക്കുന്നതെന്നും എം.ഡി. പറഞ്ഞിരുന്നു. എന്നാൽ ജനുവരി മാസം മഹാഭാരതം അടിസ്ഥാനമാക്കി ശ്രീകുമാർ മേനോൻ ഒരു ചിത്രം സംവിധാനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അവസരത്തിലാണ് മോഹൻലാലിന്റെ കാലുമാറ്റവും. തന്റെ പുതിയ ചിത്രം ലൂസിഫറിന്റെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴായിരുന്നു രണ്ടാമൂഴത്തെപ്പറ്റിയും മോഹൻലാൽ മനസ്സു തുറന്നത്. അതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. സിനിമയെന്നത് സംഭവിക്കുന്ന കാര്യമാണ്. രണ്ടാമൂഴത്തിൽ ഭീമനായി അഭിനയിക്കുന്നുവെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആ സെറ്റിൽ പോയി അഭിനയിച്ചു തുടങ്ങുമ്പോഴേ ഞാൻ അതിൽ അഭിനയിച്ചു എന്നെനിക്ക് പറയാനാകൂ. ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. അല്ലാതെ നടക്കാൻ പോകുകയാണെന്നോ നടക്കില്ലെന്നോ എനിക്ക് പറയാനാകില്ല. അതിനുള്ള അധികാരമോ അറിവോ തയ്യാറെടുപ്പോ എനിക്കില്ല, താരം വ്യക്തമാക്കുന്നു. മോഹൻലാൽ നായകനായിട്ടെത്തിയ ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥയിൽ രണ്ടാമൂഴം നിർമ്മിക്കാനായിരുന്നു ശ്രീകുമാർ മേനോന്റെ പദ്ധതി. എന്നാൽ കാലാവധി കഴിഞ്ഞും സിനിമയെക്കുറിച്ച് യാതൊരു അറിയിപ്പുകളും ഇല്ലാതായതോടെയാണ് ചിത്രം വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തിയത്. തിരക്കഥ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് എം.ഡി. കോടതിയിൽ പോവുകയായിരുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു എം.ഡിയുടെ തിരക്കഥ ശ്രീകുമാർ മേനോന് ഉപയോഗിക്കാനാകില്ലെന്ന് ഉത്തരവ് നിലനിർത്തിയത്. ഇതോടെ എം.ഡിയുടെ തിരക്കഥയിൽ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമ വരില്ലെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. എം.ഡിക്ക് ശ്രീകുമാർ മേനോന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് തന്നെ വ്യക്തം. ഇപ്പോൾ മോഹൻലാലിന്റെ വാക്കുകൾ കൂടി പുറത്തു വന്നതോടെ ശ്രീകുമാർ മേനോന്റെ വലിയൊരു സ്വപ്നമാണ് അവസാനിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.